ഹായ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നൻസി അഥവാ ഗർഭിണികളിലെ മൂത്രപ്പഴുപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. സാധാരണയായിട്ട് നമ്മുടെ മൂത്രസഞ്ചിയിലെ പഴുപ്പിനെ അതിന് പറയുന്ന ഒരു പേരാണ് എന്താ പറയുക, സിസ്റ്റൈസിസ് എന്ന് പറയും. അതായത് നമ്മുടെ ആ ഒരു ഭാഗത്ത് മൂത്രസഞ്ചി അതിൻ്റെ ഉള്ളില് ഇൻഫ്ലമേഷൻ ഒക്കെ സംഭവിച്ച് ബാക്ടീരിയ ആയിട്ട് നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിനറി നമ്മുടെ ആ ഒരു ഭാഗത്ത് എന്താ പറയുക പഴുപ്പ് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ കേസാണ്. പ്രഗ്നന്റ് ആയ ലേഡീസിലാണെങ്കിലും പ്രഗ്നൻസി അല്ലാത്ത ആൾക്കാരിലും കോമൺ ആണ്. അത് വുമൺ ആണെങ്കിലും ഉണ്ടാവുന്നതാണ്. അതായത് പ്രഗ്നന്റ് അല്ലെങ്കിൽ വുമണിനായാലും മെൻസിനായാലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും. കൂടുതൽ സ്ത്രീകളിൽ തന്നെയാണ് കണ്ടുവരിക. അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ കുറച്ചുകൂടെ ഉണ്ടാവും, കുറെ പേർക്ക് ഇത് കണ്ടുവരുന്നുണ്ട്. കോമൺ ആയിട്ട് ഫസ്റ്റ് ആ ഒരു സ്റ്റേജിൽ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയറ് വലുതാവുമ്പോൾ നമ്മുടെ ആ ഒരു കിഡ്നിയിൽ നിന്നാണല്ലോ നമ്മുടെ ബ്ലാഡറിലേക്കും പിന്നെ അങ്ങനെ പുറത്തേക്ക് നമ്മൾ മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ അതിനുള്ള ആ വയറ് വലുതാവുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ഒരു ടൈമിങ് എടുക്കും. യൂറിൻ പുറത്തേക്ക് പോകാനുള്ള ടൈം എടുക്കുമ്പോഴും ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബാക്ടീരിയസ് ഒക്കെ വന്ന് ഈ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയാം, ആദ്യം പറയാനും ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണർ ഒന്നല്ല അല്ലെങ്കിൽ ഡോക്ടർ ഒന്നല്ല, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ്. പിന്നെ എന്താന്ന് കാര്യം എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതിനെ പറ്റി പറയാം, പറഞ്ഞിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്, അപ്പോ ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമുക്കിപ്പോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എപ്പം നമ്മളിപ്പോ പ്രഗ്നന്റ് അല്ലെങ്കിൽ കൂടി നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ തന്നെയാണ് ഉണ്ടാവുക. ലൈക്ക് നമുക്ക് എപ്പോഴെപ്പോഴും മൂത്രമൊഴിക്കാൻ പോകാൻ തോന്നുക, അതായത് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ അല്ലെങ്കിൽ അർജൻസി ഓഫ് യൂറിനേഷൻ എന്നൊക്കെ പറയും. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ടോയ്ലറ്റിൽ മൂത്രമൊഴിക്കാൻ പോകാനുള്ള ആ ഒരു ഇത്, പക്ഷെ കുറച്ച് മൂത്രം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ലേ, നമുക്ക് എപ്പോഴും പോകാമെന്നുള്ള ഒരു ടെൻഡൻസി, ആ സംഭവം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പെയിൻഫുൾ ആയിരിക്കും, കുറച്ച് വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ മുതുക്, നമ്മുടെ ഈ പുറം ഭാഗത്ത് ബാക്ക് സൈഡിൽ ചിലർക്ക് പെയിൻ അനുഭവപ്പെടാം. പിന്നെ ചിലർക്ക് ഈ പഴുപ്പ് കൂടുമ്പോഴൊക്കെ പനിയായിട്ടും വരാം. അപ്പോൾ ഇതൊക്കെ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ സിംറ്റംസ് ആണ്. ഇനി സിംറ്റംസ് ഇല്ലാതെ തന്നെ വരുന്നതുണ്ട്, നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ വല്ല ടെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളെ ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ ഉണ്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്നും ഡോക്ടേഴ്സ് കണ്ടുപിടിക്കാറുണ്ട്. നമുക്ക് ചിലപ്പോൾ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അൺസിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളില്ലാത്ത യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രപ്പഴുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കേസ് കുറച്ച് എന്താ പറയുക, പ്രഗ്നൻസി ലേഡീസിൽ അങ്ങനെ വരികയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അറിയാതെ പോകുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാവും. പിന്നെ അത് കുറച്ചുകൂടി സിവിയർ ആകുമ്പോൾ നമുക്ക് പനിയായിട്ട് മാറും. അങ്ങനെയൊക്കെ ഉണ്ട്, പനിയാവും. പിന്നെ മെഡിക്കലിൽ അതിന് കുറച്ച് മറ്റു പേരുകളുണ്ട്, അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പൊ അതൊന്നും ഞാൻ ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ട് നമ്മൾ കോമൺ ആൾക്കാർക്ക് മനസ്സിലാകാനുള്ള രീതിയിലത്തെ ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പനിയൊക്കെ ആയി ചിലപ്പോൾ അറിയാണ്ട് നമ്മുടെ കിഡ്നിക്ക് എഫക്ട് ചെയ്യും. കിഡ്നീനെ എഫക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ യൂട്രസിനെയും ചിലപ്പോൾ ഉണ്ണീനൊക്കെ അത് എഫക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പേടിക്കാനുള്ളതാണോ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ലപോലെ ട്രീറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ വലിയ പേടിക്കേണ്ട ആവശ്യമുള്ള കാര്യമില്ല. നല്ലപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാണ്ടെന്ന് നമുക്ക് നോക്കാം. ഇൻ കേസ് വന്നു കഴിഞ്ഞ് അത് സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബേബിക്കും കുറച്ചൊക്കെ ഹാംഫുൾ ആണ്. അപ്പൊ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ ഇതാണ് പറഞ്ഞത്, ചില സമയത്ത് ഇത് നമ്മുടെ മുകളിലേക്ക് കയറിയിട്ട്, അതായത് ബ്ലാഡറിൽ ഈ സഞ്ചിയിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ട് കിഡ്നിയിലേക്കും എഫക്ട് ചെയ്യാം. അപ്പൊ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രീ ടേം ലേബർ ഉണ്ടാകാം. പെട്ടെന്ന് പ്രസവം, മാസം തികയാതെയുള്ള പ്രസവം, ഇപ്പൊ 36 വീക്സിന് മുന്നൊക്കെ ആയിട്ട് പ്രീ ടേം ലേബർ സംഭവിക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രീമച്വർ റപ്ചർ ഓഫ് മെമ്പറൈൻസ്, അതായത് നമ്മുടെ ഉള്ളിരിക്കുന്ന ഒരു ഇതുണ്ടാവില്ല, മെമ്പറൈൻ, ആ ഒരു ഭാഗം, ഒരു സംഭവം, അല്ലെങ്കിൽ അവിടെയുള്ള മെമ്പറൈൻസ് തകരാറാവും, പൊട്ടാം. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രസവവേദന ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോവൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ചെറിയ സമയത്തിന്റെ ഉള്ളിൽ പ്രസവം നടന്നിട്ടില്ല എങ്കിൽ അത് നമ്മളെ ഉള്ളിലേക്ക് കയറി ഇൻഫെക്ഷൻ ആവും. നമ്മുടെ കുഞ്ഞിനും യൂട്രസിനും ഒക്കെ ഇൻഫെക്ഷനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ മാക്സിമം നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിപ്പോ പ്രഗ്നൻസി അല്ലെങ്കിലും പ്രഗ്നന്റ് ആണെങ്കിലും എന്താ പറയാ, നന്നായി വെള്ളം കുടിക്കുക. നമുക്ക് ഇപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നന്നായി വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം നമ്മളൊരു 3 ലിറ്റേഴ്സോളം നമ്മൾ വെള്ളം ഈ ഒരു സമയത്ത് കുടിക്കണം. ഓവറായിട്ടും ഇപ്പൊ ഈ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ, ഇപ്പത്തെ ചൂട് നമുക്കറിയാലോ, അപ്പൊ എന്തായാലും നന്നായി വെള്ളം കുടിക്കുക. അപ്പൊ നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് നമ്മുടെ ബാക്ടീരിയ ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നതും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മളെ ഡോക്ടേഴ്സ് നമുക്ക് പ്രിഫർ ചെയ്യും പ്രഗ്നൻസിയിൽ. ഈ ആന്റിബയോട്ടിക്സ് നമ്മൾ പ്രഗ്നൻസിയിൽ കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഡോക്ടർ എന്തായാലും നമുക്ക് നല്ലത് മാത്രമേ തരുള്ളൂ, നല്ലതല്ലാത്തത് തരില്ല, ഉറപ്പാണല്ലോ. അപ്പോൾ നമ്മളെ ഡോക്ടർ എന്തായാലും നമുക്ക് സേഫ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള ആന്റിബയോട്ടിക്സ് ആണ് നമുക്ക് എഴുതി തരാം. അത് ഓരോ ട്രൈമസ്റ്ററിനും, അതായത് നമ്മുടെ ഇപ്പോൾ ഓരോ ട്രൈമസ്റ്റർ ആണല്ലോ നമുക്ക് ഉണ്ടാവുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ അതിനനുസരിച്ച് ഓരോ മരുന്ന് അവർക്ക് അറിയണ മരുന്ന് നമുക്ക് തരും. സോ നമ്മൾ അത് വെച്ചിട്ട് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, മരുന്ന് വിട്ടുപോകരുത്, മരുന്നൊക്കെ കറക്റ്റായി കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക. അങ്ങനെയൊക്കെ ഇതിന് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നന്റ് അല്ലെങ്കിലും നമ്മൾ എങ്ങനെയാണോ യൂറിൻ ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെയാണ് ചെയ്യുക. നമ്മൾ ലാബിൽ പോയിട്ട് യൂറിൻ നമ്മൾ റൊട്ടീൻ യൂറിൻ അനാലിസിസ് ചെയ്യാം. ഉണ്ണിയോടെ ഇന്ന് കളിക്കുന്ന ഇടയ്ക്ക് നോക്കണം കേട്ടോ. അപ്പൊ റൊട്ടീൻ ചെക്കപ്പ് ചെയ്യാം, യൂറിൻ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡോക്ടറിനെ കാണിക്കുമ്പോൾ അതിൽ എത്രത്തോളം ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെന്നൊക്കെ പറയും. പിന്നെയും അഗൈൻ വീണ്ടും മരുന്നൊക്കെ കഴിച്ചിട്ട് മാറുന്നില്ല വെച്ചെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, യൂറിൻ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ കൾച്ചറിന് കൊടുക്കും. അപ്പൊ അതിലുള്ള ബാക്ടീരിയയുടെ ആ ഒരു ഫോമൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഡോക്ടർ അതിനുള്ള മരുന്ന് നമുക്ക് പ്രിഫർ ചെയ്യും. അപ്പൊ ഇത് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് വന്ന് വെച്ചിട്ട് പേടിച്ച് ഇത് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് എസ്കേപ്പ് ആവാം. സോ നമ്മൾ ഈ ഒരു മരുന്നൊക്കെ കഴിച്ച് നമ്മൾ ഓക്കെ ആണെന്ന് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂറിൻ ഒക്കെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് പ്രൂഫ് നമ്മൾ എൻഷുർ ചെയ്യുക. നമുക്ക് പ്രൂഫ് ഓഫ് ക്യൂർ, നമ്മളെല്ലാതും സേഫ് ആണ്, നമുക്ക് കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്നാലാണ് നമ്മുടെ ബേബിക്ക് അത് ഓക്കെയാണ്, നമ്മൾ എന്താ പറയാ സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മളെ ഉണ്ണിക്കും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ. സോ അത്രയൊക്കെയുള്ള പ്രഗ്നൻസിയില് ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് പറയാൻ ഉള്ള കാര്യങ്ങള്. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനൊക്കെ ആയിട്ട് നിങ്ങൾ സംസാരിക്കുക. പിന്നെ ഒരിക്കലും സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക. വരാതിരിക്കാൻ നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യം നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല നല്ല ഫുഡ്, വെള്ളം, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റുള്ള ഫുഡ്സ് ഒക്കെ കഴിക്കുക. ലൈക്ക് വാട്ടർമെലൺ, തണ്ണിമത്തൻ, പിന്നെ ഓറഞ്ച്, നമ്മളെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായി കഴിക്കുക. വെള്ളം അടങ്ങിയ ഭക്ഷണം കഴിക്കുക. പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ പ്രഗ്നൻസി ടൈമിൽ
സെവനപ്പ്, കൊക്കക്കോള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. നല്ലതല്ല, എല്ലാവർക്കും അറിയുന്നതാണല്ലോ സോഡ കണ്ടന്റ് നല്ലതല്ല. സോ കഫെയിൻ അതുപോലെ ഒഴിവാക്കാനൊക്കെ നോക്കാം. അത്രയൊക്കെ ഉള്ളു പറയാൻ. പിന്നെ എന്താ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ, സീ യു.